വിഷുവിൻ്റെ അന്ന് രാവിലെ എനിക്കുമ്പോൾ ഏതാണ്ട് ഒരു 6:30-6:45 കേട്ടു. നേരെ ആദർശാനെ വിളിച്ചു. റീനമ്മ ഇത് കണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇവിടെ തൊടാൻ പറ്റിയിലേക്ക് മനസ്സായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് അകലെ മാറി നിന്നിട്ട് നന്നായി ദൈവത്തെ പ്രാർത്ഥിച്ചു കേട്ടോ. തലേന്ന് വീട്ടിലെത്തുമ്പോൾ 12 മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൂടുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി കിടന്നു. അല്ലെങ്കിൽ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും തലേന്ന് എല്ലാം ഇരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ നല്ല ടയേർഡായിരുന്നു. ഷോപ്പിലൊക്കെ പോയി നടന്ന് ആകെ സൈഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടാണ് ഞാൻ പച്ചക്കറി അരിഞ്ഞതും എല്ലാതും സെറ്റാക്കുന്നത്. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം വെന്ത് വന്നപ്പോൾ അരിഞ്ഞ പച്ചക്കറി അതിക്കന്നെ ഇട്ടിട്ട് വീണ്ടും വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഇത് തേങ്ങയൊക്കെ പൊളിച്ച് ചിരകി വറുക്കണം. അങ്ങനെ കുറച്ച് പണികൾ ബാക്കി നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറും ഉപ്പേരിയും എല്ലാം ഒക്കെ സെറ്റാക്കി ഞാൻ നേരെ കുളിക്കാൻ പോകട്ടെ. റീനമ്മ മിറ്റടിക്കലും തുടക്കലും അങ്ങനത്തെ കുറച്ച് പണികളിലാട്ടോ. അങ്ങനെ ആദർശമായിട്ട് ഇത് വീണ്ടും വന്ന് കിടന്നുറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് കുളിച്ചു മാറ്റി ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കാനുണ്ടോ. ഇനി നമുക്ക് കുറച്ച് പാലും ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകണം. അങ്ങനെ ആദർശയുടെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചു. പാലും ചിക്കനും ഒക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ നമുക്ക് പായസം കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പായസം വെച്ചു. പക്ഷെ പായസത്തിൽ കുറച്ച് പാല് കൂടിപ്പോയി ഗൈസ്. കാരണം പാല് കൂടുതലും അതിലത്തെ മറ്റേ അരി പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ, അത് കുറവായിരുന്നു കേട്ടോ. പാലടി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കി കേട്ടോ. പിന്നെ ഇത് അമ്മ എള്ളുണ്ട തന്നിട്ടുണ്ടായിരുന്നു. എള്ളുണ്ട ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാ പറഞ്ഞിട്ട് അപ്പം അതൊക്കെ കഴിച്ചു. ആദർശമായിട്ട് ഇതേക്ക് എടുക്കുന്നത്. ഇപ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നോർമലി സാമ്പാറും ചിക്കൻ പൊരിച്ചതും ഉപ്പേരിയും പായസവും പപ്പടമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആദർശമായിട്ട് ഇതേ കാറൊക്കെ എടുത്തു. പിന്നെ റീനമ്മ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടായിരുന്നു കേട്ടോ. അത് കുടിച്ചു. പിന്നെ അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നു. വെള്ളം കുപ്പിയൊക്കെ എടുത്ത് തന്നു. എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ആമി ഇതേ ഇരിക്കുന്നു ഞങ്ങൾ പോകുന്നതും നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇത് അമ്മ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ട എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ നേരെ പോയത് ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ തേജപ്പനെ പിറന്നാളിന് എന്തായാലും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവിടുന്ന് പായസമൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ചേച്ചിയും തേജപ്പനും ഞങ്ങളുടെ ഒപ്പം പോന്നു. വിനീഷേട്ടൻ ബൈക്കുമ്മയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ അതേ അമ്മയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കിടന്നു. മെൻസസ്സായതുകൊണ്ടേക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഇവരിവിടെ പടക്കം പൊട്ടിക്കണേണ്ടതിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.